അമിത ഭാരം കയറ്റിയതിന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടോ ഡ്രൈവർക്ക് 20,000 രൂപ പിഴയിട്ടു. പാസഞ്ചർ ഓട്ടോ ഡ്രൈവറായ തിരുവനന്തപുരത്തെ ശിവപ്രസാദിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്രയും വലിയ പിഴ ചുമത്തി കൊടുത്തത്. ഓട്ടോയിൽ വീട്ടിലേക്കുള്ള ബോക്സ് കൊണ്ടുപോയതിനാണ് പിഴ. എനിക്ക് ഈ മാസം 18-ാം തീയതിയാണ് ഈ പെറ്റി വരുന്നത്. ഞാൻ ഇന്നലെയാണ് ഈ സംഭവം ഓൺലൈനിൽ കാണുന്നത്. ഈ 20,000 രൂപയാണ് എനിക്ക് പെറ്റിയായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനൊക്കെ ഒരു ബോക്സ് മാത്രം വണ്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് വെച്ചതിനാണ് ട്രാഫിക് പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി ഈ പെറ്റി അടിക്കുന്നത്. ഇന്നലെയാണ് എനിക്ക് ഓൺലൈനായിട്ട് ഈ വണ്ടി ഇത് കണ്ടായിരുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് എനിക്ക് വന്നിട്ടുള്ളത്. എന്നെ പോലെ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഈ 20,000 രൂപ എന്ന് പറഞ്ഞാൽ മാസം വണ്ടി ഓടിയപ്പോൾ നമുക്ക് 20,000 രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ഗവൺമെൻറ് തന്നെ ഇറക്കിയിട്ടുള്ള മറ്റേ സ്മാർട്ട് സിറ്റിയുടെ ബസ് വന്നത് കാരണം നമ്മളെ പോലുള്ള ഓട്ടോക്കാർക്ക് ഓട്ടം പോലും ഇല്ല. ഇപ്പോൾ ഇല്ല, നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. മാസം 20,000 രൂപ നമ്മളെ കൊണ്ട് ഓടിയാൽ പോലും എടുക്കാൻ പറ്റത്തില്ല ഈ പൈസ. അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ഇത് പിഴ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ സമീപനം ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ KB നേരത്തെ പറഞ്ഞിരുന്നു. എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ. SKN കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ശിവപ്രസാദിന്റെ ഓട്ടോറിക്ഷയുടെ ചിത്രം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ എടുക്കുന്നത്. പിന്നീട് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് പിഴ ചുമത്തിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. ഈ ശിവപ്രസാദ് പറയുന്നതനുസരിച്ച് ഇദ്ദേഹം വീട്ടിലെ ആവശ്യത്തിന് അലൂമിനിയത്തിന്റെ ഒരു ബോക്സ് തന്റെ വാഹനത്തിന് മുകളിൽ വെച്ച് കൊണ്ടുപോയി. ഇത് നിയമലംഘനം എന്ന് കാണിച്ചുകൊണ്ടാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഇട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നതനുസരിച്ച് വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തുന്ന രീതിയിൽ ലോഡ് കയറ്റി കൊണ്ടുപോയി. അതിനാണ് 20,000 രൂപ പിഴ എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. സംസ്ഥാനത്ത് പൊതുവിൽ ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഇങ്ങനെ നിയമലംഘനം നടക്കുന്ന ഘട്ടത്തിൽ 2,000-3,000 രൂപയൊക്കെയാണ് പൊതുവെ പിഴ ഈടാക്കാറുള്ളത്. ഈ ടിപ്പർ ലോറികൾക്കും മറ്റുമാണ് ഇത്തരത്തിൽ ഉയർന്ന തുക അടിക്കാറുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പുമായി സംസാരിക്കുമ്പോൾ ഇത് നിയമപരമെന്നാണ് മോട്ടോർ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എല്ലാ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല. പിഴയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മാനുഷിക പരിഗണന ഉണ്ടാകുമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷേ ഈ ഓട്ടോ തൊഴിലാളിയായ ശിവപ്രസാദിന്റെ കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണനയും ഉണ്ടായതായി തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം തന്നെ നമ്മോട് പറയുന്നുണ്ട്, വളരെ തുച്ഛമായ പൈസക്കാണ് ഓടുന്നത്. ഒരു മാസം പണിയെടുത്താൽ 20,000 രൂപ പോലും കിട്ടില്ല. പിന്നെ എനിക്ക് ഈ തുക അടയ്ക്കാൻ കഴിയില്ലെന്ന് ശിവപ്രസാദ് തന്നെ പറയുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അന്നാന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തുക മോട്ടോർ വാഹന വകുപ്പ് ഫൈൻ അടിച്ചിരിക്കുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടേണ്ടതല്ല എന്ന് മന്ത്രി തന്നെ പറയുന്നു. ചില ഇളവുകളും മാനുഷിക പരിഗണന ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഓട്ടോ തൊഴിലാളിക്ക് ഇത്തരത്തിൽ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ലോഡ് കയറ്റിയതിന്റെ പുറത്ത് 20,000 രൂപ പിഴയിടുന്നത്. വിഷയത്തിൽ മന്ത്രി ഉൾപ്പെടെ ഇടപെടേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു പരിഹാരം. താങ്ക് യു എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം കൊണ്ടുവരുന്നു. കാര്യം ഒരു സാധാരണ തൊഴിലാളിക്കൊക്കെ 20,000 രൂപ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മൂക്കുമുട്ടി താഴെ വീഴത്തേ ഉള്ളൂ, വല്ല ഒന്നും സംഭവിക്കില്ല. എന്തായാലും മനുഷ്യത്വപരമായ സമീപനം കാണും എന്ന് താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആളുകളോട് പറഞ്ഞതൊക്കെ നാട്ടുകാർ മറന്നു കാണില്ല. അതുകൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ഈ തൊഴിലാളിക്ക് ഒരു ആശ്വാസം പകരട്ടെ എന്നാണ് നമ്മുടെ ഒരാഗ്രഹം. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, SKN വിലക്കയറ്റം ഒന്നും കണ്ണിൽ പെടുന്നില്ലേ? ഇപ്പോൾ എന്നാ വിലയാണെന്നറിയോ? ഉള്ളിക്കൊക്കെ കിലോയ്ക്ക് 85 രൂപയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വിലക്കയറ്റം നമ്മൾ കാണാതെ പോകുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താം.